കിർമൻസ്കൻ എന്നാണ്. സ്കാൻ ഇവരെ വാക്ക് ജയദേവ് ട്രാവൽ ഗുനിയ ചാനലിന്റെ പേര്. ഇതിപ്പോൾ നമ്മൾ മോഹൻലാൽ നേപ്പാളിൽ പോയി പെട്ടില്ലേ, അതേപോലത്തെ ഒരവസ്ഥയാണ്. അയാൾ പറഞ്ഞ എനിക്കും മനസ്സിലാവില്ല, ഞാൻ പറഞ്ഞ മൂപ്പർക്കും മനസ്സിലാവില്ല. ഞങ്ങളിവിടെ കമ്പനിയായി സെറ്റായി, ഇവിടെ കൂടിയാലോ എന്നാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല കാലാവസ്ഥയാണ്, പണിയെടുത്ത് ജീവിക്കേണ്ടി വരും എന്നുള്ള ഒറ്റ പ്രശ്നമുള്ളൂ. ഷില്ലോങ്ങിന് തൊട്ടടുത്ത് ഏകദേശം ഒരു 30 കിലോമീറ്റർ മാത്രം യാത്ര ചെയ്ത് എത്താൻ പറ്റുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു വില്ലേജാണ് ലൈക്ലൂം വില്ലേജ്. അവിടെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടുത്തെ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് നമ്മൾ രാവിലെ വന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. സിനിമ ഷൂട്ടിങ്ങിനൊക്കെ ഒരുപാട് സിനിമകളൊക്കെ ചിത്രീകരിച്ചിട്ടുള്ള ഒരു വാലിയാണിത്. ബ്രിട്ടീഷുകാർ സ്കോട്ട്ലൻഡ് ഓഫ് ഇന്ത്യ എന്നാണ് ഷില്ലോങ്ങിനെ വിളിച്ചിട്ടുള്ളത്. മേഘാലയയിലെ ഏറ്റവും ഭംഗിയുള്ള ഒരു തലസ്ഥാന നഗരിയാണ്. അതിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നോക്കി നമ്മൾ ഇന്ത്യയിൽ തന്നെയാണോ എന്ന് സംശയം തോന്നുന്ന രീതിയിൽ ഒരുപാട് കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. ചായപാത്രത്തിൻ്റെ അടിയിൽ ഒരു അടുപ്പ് കൂട്ടിയിട്ടുണ്ട്. ഒരു 3 സ്റ്റാൻഡ് വെച്ചിട്ട് അടുപ്പ് കൂട്ടിയിട്ട് കനലിട്ടിട്ടാണ് നടക്കുന്നത്. ഈ ചായ ചൂടാറാതിരിക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്യണം. അവിടെ അത്രയും തണുപ്പാണ്, അതുകൊണ്ടാണ് അവർ ആ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ആ നിലത്ത് വെച്ച് കഴിഞ്ഞാൽ ചായ ചൂടാറാതിരിക്കാനുള്ള കനൽ അതിലുള്ളതുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് എപ്പോൾ വേണമെങ്കിൽ ചായ ഒഴിച്ച് കുടിക്കാം. പിന്നെ ചേച്ചി ഇതാ നോക്കിയൊരു കൊട്ടയിൽ അത്യാവശ്യം സാധനങ്ങൾ സ്നാക്സൊക്കെ ആയിട്ട് വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ചോളം കത്തിക്കാനുള്ള കരിയൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ട് അതിൻ്റെ മുകളിൽ ചായപാത്രം കൊണ്ടുവച്ചു. ഒരേ സമയത്ത് ചോളവും ചായ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ചായ ഇല്ല, ചിരി പിന്നെ ആംഗ്യങ്ങൾ, ഇത് മാത്രമേ അവർക്കുള്ളൂ. ആയി വരുന്നുള്ളൂ. ഇത് എനിക്ക് തോന്നുന്നു മോമോസൊക്കെ ചൂടാക്കാനുള്ള തട്ടായിട്ട് വെച്ചിട്ടുള്ള പാത്രമാണ്. ഓരോ തട്ടിൽ ഇത് ചൂടുണ്ട് കേട്ടോ, അത്യാവശ്യം ചൂടുള്ള സാധനമാണ്. മോമോസ് ഓപ്പൺ അപ്പോൾ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല എന്നാണ് തോന്നുന്നത്. താഴേക്ക് വീഴാതിരിക്കാൻ ആകെയുള്ളത് ഈ മുളേൻ്റെ ഒരു വേലി മാത്രം കേട്ടോ. അത് ചരട് വെച്ച് കെട്ടിയിട്ടുണ്ട്. ഈ കെട്ടിയിട്ടുള്ള കയറ് പോലും മുളയുടെയാണ്, അത് പ്ലാസ്റ്റിക് കയറൊന്നുമല്ല. വളരെ ഓർഗാനിക് ആയിട്ടുള്ള രീതിയിലാണ് ഒരു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ വേലി ഒരുപാട് പഴക്കം വന്നിട്ട് ഏതാണ്ട് ദ്രവിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഈ താഴേക്ക് ഇങ്ങനെ നടന്നു പോകാനുള്ളൊരു വഴി കണ്ടിട്ട് അങ്ങോട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വെച്ചു. ഇവിടെ നല്ല ഭംഗിയുള്ള ഒരു പൂവ് വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഈ പുല്ലിലൊക്കെ നിറച്ച് പലതരത്തിലുള്ള ഫ്ലവേഴ്സ് ഉണ്ട്. ഈ മലയുടെ ഇടയിലൂടെ നടന്നു പോകാൻ ഒരു വഴി ഇതാ കാണുന്നുണ്ട്. കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു വഴിയാണ്. എന്തായാലും ആൾക്കാർ നടന്ന ഒരു ഒറ്റയടി പാത കണ്ടിട്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങിയാണ്. ഇതാണ് താഴേക്കുള്ളൊരു വ്യൂ. വലിയ കൊക്കയാട്ടാ, നല്ല രീതിയിൽ കാറ്റടിക്കുന്നുണ്ട്. കാറ്റടിച്ചിട്ട് തന്നെ താഴേക്ക് വീണോ പോകുന്നുള്ള പേടിയുണ്ട്. എന്തായാലും ഞാൻ ആ സൈഡിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. ആടൊക്കെ നടക്കും പോലെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. താഴെ വീണാൽ പിന്നെ പൊടി പോലും കിട്ടൂല. എന്തായാലും ഇതിനെ കണ്ട് പോകാൻ അധികം പറ്റില്ല, നല്ല പേടിയുണ്ട് എനിക്ക്. ഓക്കെ, കൈ കാലൊക്കെ വിറയ്ക്കുന്നുണ്ട്. ഇതാണ് അവസ്ഥ. പുൽമേടുകളാണ്, താഴെ കൂടെ പുഴയൊക്കെ ഒഴുകുന്നുണ്ട്. ഇതാണ് ഒരു കാനിയൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഹിമാലയത്തിൻ്റെ ഇങ്ങനെയുള്ളൊരു വേർഷൻ നമുക്ക് മേഘാലയയിൽ വന്നാലേ കാണാൻ പറ്റുള്ളൂ. ഫുള്ള് പച്ചിപ്പാണ് ഇവിടെ. പച്ച പുല്ല് വിരിച്ച ഹിമാലയത്തിൻ്റെ ഒരു അധികം ഒന്നും ഉയരം ഇല്ലാത്തൊരു ഭാഗമാണിത്. ഇവിടെ നമുക്ക് ഏത് സീസണിൽ വന്നാലും, ഇപ്പോൾ നവംബറിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ ഇപ്പോഴും നല്ല ഒരു ഗ്രീനറിയാണ് ഉള്ളത്. ദൈവമേ, ആ വഴി ഒരുപാട് താഴേക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോകണം. കൊടുങ്കാറ്റാണ് ഇവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. മഞ്ഞ് മൂടി കിടക്കാണ്. ഇവിടെ നോക്കിയേ, ആഹാ, ഒരുപാട് ദൂരെയാണ് കേട്ടോ അപ്പുറത്തുള്ള മലയൊക്കെ. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഈ വഴി കൂടെയാണ് നമ്മളിപ്പോൾ ഇറങ്ങി വന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെപ്പും അല്ല സ്ലോപ്പും അല്ല. ഇതിൻ്റെ ഒരു വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഒരു കല്ലിങ്ങനെ ചെറിയ ചരിവിൽ കല്ല് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കിങ്ങനെ ഒഴുകി ഇറങ്ങി നടക്കാൻ പറ്റും. ഇത് ഇങ്ങനെ കല്ല് പാകാൻ പറ്റും എന്നുള്ളത് തന്നെ ശരിക്കും നമ്മൾ പഠിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇതേപോലുള്ള വലിയ മലനിരകളൊക്കെ ഇറങ്ങി നടക്കുക, ഇതാണ് ഇവിടുത്തെ ഗ്രാമജീവിതം. അതായത് ഇവർക്ക് വണ്ടിയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ വേറൊരു നിവൃത്തിയില്ല. അപ്പോൾ ഒരു മലയിൽ നിന്ന് മറ്റൊരു മലയിലേക്ക് നടന്ന് കയറുകയാണ്. എന്തപ്പോൾ നോക്കും, ഈ സ്റ്റെപ്പ് കൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ശരിക്കും നമുക്ക് ക്ഷീണം അനുഭവപ്പെടാൻ സാധ്യതയില്ല. കാല് മുട്ട് തേയ്മാനം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല. കാരണം കുഞ്ഞു സ്റ്റെപ്പുകളാണ്. ഇവിടെയുള്ള മനുഷ്യന്മാരും ചെറിയ ആൾക്കാരാട്ടോ. നോക്കിയേ, ഈ കാണുന്ന എന്താണെന്നോ, ഒരു റോപ്പ് വേ ആണ്. ഇത് മനുഷ്യന്മാർക്ക് പോകാനുള്ളതാണോ
സാധനങ്ങൾ കൊണ്ടുപോകാനുള്ളതാണോന്ന് അറിയില്ല. എന്തായാലും ഇവിടെ ഒരു ബിൽഡിങ്ങിൽ നിന്ന് ഇരുമ്പിൻ്റെ വടം വെച്ചിട്ട് താഴേക്ക് ഈ ഒരു ട്രാക്ക് ഉണ്ട്, ആ താഴേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ദൈവമേ, ഇതിൽ ഒരാൾ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സങ്കല്പിക്കാൻ പോലും പറ്റില്ല. അതെന്തായാലും മനുഷ്യന്മാർക്ക് പോകാനാവില്ല. മനുഷ്യന്മാരോട് അങ്ങനെയൊക്കെ ചെയ്യും. ഇവിടെയുള്ള ആൾക്കാരാണ്, ട്രൈബ്സാണ്, അവർ ചിലപ്പോൾ ഇതിലും പോയിന്ന് വരും. ഈ ചാക്കിൽ നിറച്ച് വെച്ചിട്ടുള്ള സിമൻറ്റ്, മണൽ പോലുള്ള കാര്യങ്ങൾ, അതേപോലെ ഒരുപാട് കാര്യങ്ങൾ അവർ കൊട്ടയൊക്കെ ഇതിൽ വെച്ചിട്ടുണ്ട്. ഇവരത് എന്തോ ചെറിയ റിപ്പയറിങ് പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യന്മാർക്ക് പോകാനുള്ളതാണെന്ന് ഞാൻ സങ്കല്പിക്കുന്നില്ല. എന്തായാലും അവിടെ താഴെ ഒരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിലേക്ക് അവിടെ ആവശ്യമായിട്ടുള്ള ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷനും ബാക്കി കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ് ഈ ഒരു റോപ്പ് വേ അവർ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ഒരു ടയർ ഉപയോഗിച്ചിട്ടാണ് അത് ഈ കയറിൻ്റെ ഉള്ളിൽ കൂടെ ഉരുണ്ടു പോകുന്നത്. അതിവിടെ പൊട്ടിപ്പോയി, അതാണ് ആ ചേട്ടൻ നന്നാക്കുന്നത്. ഞാൻ എന്തായാലും താഴേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. അവിടെയുള്ള ഗ്രാമവാസികളൊക്കെ ഈ പടവുകൾ ഇറങ്ങിയിട്ടാണ് പുറം ലോകത്തേക്ക് പോകുന്നത്. മുകളിലാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആശുപത്രി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത്. താഴെ ആ ഒരു മലയുടെ അടിവാരത്തിൽ ആൾക്കാർ ജീവിക്കുന്നുണ്ട്. അതിലൂടെ ഒരു പുഴ ഒഴുകുന്നതൊക്കെ ഇവിടെ നിന്ന് ദൂരെ നോക്കുമ്പോൾ കാണാം കേട്ടോ. ഇപ്പോൾ നവംബർ ആയതുകൊണ്ട് ഈ കല്ലൊക്കെ സേഫാണ്. മഴ പെയ്യുന്ന സമയത്ത് ഇതൊക്കെ വഴുക്കാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. എൻ്റെ ദൈവമേ, നോക്കി ഫുള്ള് പാറക്കല്ലാണ്. പാറക്കല്ലിൽ സിമെൻ്റൊന്നും തൊട്ടിട്ടില്ല, ഇത് അടുക്കി വെച്ചിരിക്കുകയാണ്. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഇൻ്റർലോക്കിംഗ് എന്നൊക്കെ പറയുന്ന പോലെ ഓരോ കല്ലും മറ്റേ കല്ലിൻ്റെ മുകളിൽ ഇങ്ങനെ മേഞ്ഞ് വെച്ചിരിക്കുകയാണ്, ഓലയൊക്കെ മേയണ പോലെ. ഇവിടെ തന്നെയായിരിക്കും ഈ കല്ലെടുത്തിട്ടുണ്ടാവുക. അത് വലതുവശത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം പാറകൾ. ഇവിടുന്ന് പാറ പൊട്ടിച്ചിട്ട് അതിവിടെ ഒരു പേയ്മെൻ്റ് ആക്കി വെച്ചിരിക്കുകയാണ്. അതിൽ ഇങ്ങനെ നടന്ന് പോകുന്ന സമയത്ത് ഒരു സംരക്ഷണ വേലി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ടൂറിസ്റ്റുകളുടെയൊക്കെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ചെയ്തായിരിക്കും. ഈ പാത ഉള്ളത് കൊണ്ടാണ് താഴെയുള്ള ഗ്രാമവാസികൾ പുറം ലോകമായിട്ട് കണക്റ്റ് ആവുന്നത്. ഓക്കെ, ഇങ്ങോട്ട് വരുന്ന സമയത്ത് കുറച്ച് കോൺക്രീറ്റ് കൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം ഇവിടെ ഒരു നല്ല ക്ലിഫാണ്, കാല് ധരിക്കുന്ന. ഓരോ വളവും കഴിഞ്ഞ് വരുമ്പോൾ അപ്പുറത്ത് എന്താവും എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി രക്ഷയില്ല. ഇതൊരു പെട്ടെന്ന് ഇങ്ങോട്ട് വളഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറൊരു ഭാഗത്തേക്ക് ഈ ദിശ മാറി. ഇവിടെ തീരെ കാറ്റില്ല, ഭയങ്കര ശാന്തതയാണ്. കാറ്റടിക്കാത്തൊരു പാർട്ടിലേക്കാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. നമ്മൾ മുകളിൽ നിന്നാട്ടോ ഇറങ്ങി പോരുന്നത്. ഇറക്കം നല്ല സുഖമുണ്ട്, ഒരു ആവേശത്തിന് ഞാനിങ്ങനെ ഇറങ്ങി പോവുകയാണ്. ആൾക്കാർ താഴേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. എന്തായാലും മനുഷ്യന്മാരൊക്കെ പോകുന്ന വഴിയാണ്, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, സേഫുമാണ്, പേടിക്കാനൊന്നുമില്ല. ശരിക്കും കാടിൻ്റെ ഇടയിൽ വന്ന് പെട്ടൊരു ഫീൽ തന്നെയാണ് ഉള്ളത്. എന്തായാലും ഇവിടെയൊക്കെ ആൾക്കാർ ജീവിക്കുന്ന സ്ഥലമായതുകൊണ്ട് അങ്ങനെ വന്യജീവികളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഭയങ്കര ഒരു ശാന്തത. ഇവിടേക്ക് ഇങ്ങോട്ട് ഇറങ്ങിയ സമയത്ത് കാറ്റ് പോലും അടിക്കുന്നില്ല. ഇതൊരു ആ കാറ്റിൻ്റെ ഒരു മറവിലേക്ക് ഞാൻ വന്നു. പക്ഷേ നല്ല തണുപ്പുണ്ട്. താഴേക്ക് വരുമ്പോൾ കുളിരുന്നുണ്ട്. മുകളിൽ അത്യാവശ്യം ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു, വാമായിരുന്നു. ഇവിടെ നല്ല തണുപ്പാണ്. ഇറങ്ങി പോകുന്നതിനനുസരിച്ച് ഞാനിങ്ങനെ ആ ഒരു ടെമ്പറേച്ചർ കുറയുന്നത് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഇതുപോലെ സ്റ്റെപ്പ് ഇറങ്ങിയ ഒരോർമ്മ ജീവിതത്തിൽ, ഇത്രയധികം സ്റ്റെപ്പുകൾ കുറഞ്ഞ ദിവസം കൊണ്ട്. മേഘാലയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് സ്റ്റെപ്പുകളുടെ ഒരു നാടായിട്ടാണ് നമുക്ക് പറയേണ്ടത്. ഇവിടെ ടൂറിസ്റ്റുകൾക്ക് വിശ്രമിക്കാൻ ചെറിയൊരു ഹട്ടൊക്കെ പണിതിട്ടുണ്ട്. അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ട ആ റോപ്പ് വേ അതിലെയാണ് പോകുന്നത്. ആ വ്യൂ പോയിന്റിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം ഇനി പോകാണ്ടെന്നൊക്കെ അറിയാം. അയ്യോ, ഞാൻ ആ വ്യൂ പോയിന്റിൽ കാലും വെച്ച് നിൽക്കുകയാണ്. താഴേക്ക് അങ്ങോട്ട് ചാടിക്കഴിഞ്ഞാൽ പറന്ന് പോവാം. ഇവിടേക്ക് ശരിക്കും പാരാഗ്ലൈഡിങ് പോലുള്ള സെറ്റപ്പൊക്കെയാണ് വേണ്ടത്. നമ്മളെ വഴി താഴേക്ക് കിടക്കട്ടെ. അങ്ങോട്ട് കറണ്ടൊക്കെ ഉണ്ട്, ഇലക്ട്രിഫൈഡ് ആണ് ആ ഗ്രാമം. അങ്ങ് കുത്തനെ താഴേക്ക് ഇറങ്ങുക. മുകളിൽ അവിടെ നിന്നാണ് ഞാൻ ഇറങ്ങി വരുന്നത്. ഒരു 15% അല്ലെങ്കിൽ ഒരു 1/4 പോലും ഇറങ്ങിയിട്ടില്ല. ഇനിയും ഒരുപാട് താഴെയാണ് ഇവരുടെ ഇല്ലായത്തും വില്ലേജ് ഉള്ളത്. ഇവിടുത്തെ ആൾക്കാർക്കൊന്നും ഭാഷയെ അറിയില്ല. ഹിന്ദി, ഇംഗ്ലീഷ് ഒന്നും ഇവിടെ വർക്കാവില്ല. ഇവിടെ ട്രൈബൽസിൻ്റെ ഭാഷയാണ്. ഇവിടെ ഒരു സംസ്ഥാനത്ത് തന്നെ ഒരുപാട് ഭാഷയുള്ള ഒരു നാടാണ്. നമുക്ക് മലയാളം സംസാരിക്കുന്ന ആൾക്കാർ മലയാളികൾ, അല്ലെങ്കിൽ തമിഴ് സംസാരിക്കുന്ന ആൾക്കാർ തമിഴിയൻസ് അങ്ങനെ പറയും. പക്ഷേ ഇവിടെ പ്രധാനമായിട്ടുള്ള 3 ഗോത്ര വിഭാഗങ്ങളുണ്ട്. ആ ഗോത്ര വിഭാഗത്തിൻ്റെ ഉള്ളിൽ തന്നെ ഉപവിഭാഗങ്ങളുണ്ട്. ഇവരുടെയൊക്കെ ഭാഷകൾ വേറെയാണ്. കാരണം ഇതേപോലത്തെ ഒരു ഗ്രാമത്തിൽ നിന്ന് ഉണ്ടാകുന്നൊരു ഭാഷ ഒരു കാരണവശാലും തൊട്ടടുത്തുള്ള
മറ്റൊരു ഗ്രാമത്തിലെത്തില്ല. ഇവർ പണ്ട് കാലത്ത് ഈ ഭൂമിശാസ്ത്രം ഇങ്ങനെ ആയതുകൊണ്ട് സെപ്പറേറ്റ് ആയി പോയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്കൊരിക്കലും ഒരേ ഭാഷ സംസാരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇതേപോലുള്ള സാങ്കേതിക വിദ്യയും ഫോണൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ആൾക്കാർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ പണ്ട് കാലത്ത് ഭാഷ ഉണ്ടായ കാലത്ത് ഒരു കാരണവശാലും അവർക്ക് പരസ്പരം സംസാരിക്കാനോ കാണാനോ പോലും പറ്റിയിട്ടുണ്ടാവില്ല. കാരണം ഇതൊന്നും സാധ്യമായ കാര്യമില്ല. ഇവിടെ ജനിച്ച് വളർന്ന ആൾക്കാർ ഇവിടെ തന്നെ മരിച്ചു പോകാന്നല്ലാതെ പുറം ലോകം കാണാൻ പറ്റില്ല. പക്ഷേ ഇവിടെ അത്രയും മനോഹരമായിട്ടുള്ളൊരു സ്ഥലമായതുകൊണ്ട് ഇവിടെ തന്നെ ജനിച്ച് മരിച്ചാലും സങ്കടപ്പെടാനൊന്നുമില്ല. മൊബൈൽ ഫോണിൽ ചെറുങ്ങനെ റേഞ്ച് ഉണ്ട്. ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഫോൺ ചെയ്യാമല്ലോ. എന്തായാലും ആ മൊബൈൽ ഫോണിൻ്റെ റേഞ്ച് കട്ടാവണ വരെ നടക്കാനുള്ളൊരു ധൈര്യം എനിക്കുണ്ട്. തിരിച്ച് പോകാൻ ചിലപ്പോൾ 101 വിളിച്ചിട്ട് ഫയർഫോഴ്സുകാർ വന്ന് എന്നെ ഏറ്റി കൊണ്ടുപോകേണ്ടി വരും എന്നൊക്കെയാണ് ഞാനിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിയില്ല, ഇതൊരിക്കലും തീരുന്നില്ല. എന്തായാലും അവസാനം ഉണ്ടെന്ന് അറിയാം. പക്ഷേ എൻ്റെ ഗ്യാസ് ഏതാണ്ട് തീർന്നു തുടങ്ങി. രാവിലെ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടല്ലോ, അതിങ്ങനെ കത്തിപ്പോയിട്ടുണ്ട്. ചേച്ചി അവിടെ മാമോസ് അടുപ്പത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. തിരിച്ച് പോയിട്ട് ആ ഒരു പാത്രം കഴിക്കേണ്ടി വരും, അത് ഉറപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പം തന്നെ എനിക്ക് ഞാൻ കുപ്പിയോ വെള്ളമോ ഒന്നും എടുത്തിട്ടില്ല. പക്ഷെ ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് ക്ഷീണം അറിയുന്നില്ല, എന്താവും എന്നറിയില്ല. കയറ്റിറങ്ങി വന്നപ്പോൾ തന്നെ നന്നായി ഹാർട്ടൊക്കെ ഇങ്ങനെ ഇടിക്കുന്നുണ്ട്. ഒരുപാട് താഴെ വന്നു, ഇനിയും താഴേക്ക് പോകാണ്ട്. ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ നാട്ടിലെ ഒരു ചേട്ടൻ ഇവിടെ വിശ്രമിക്കുന്നുണ്ട്. അവർ മുകളിലേക്ക് പോവാണ്. അവരവരെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ളൂ. ചേട്ടൻ മാത്രമല്ല, ചേട്ടൻ്റെ കൂടെ 2 ചേച്ചിമാരുണ്ട്. അവർ വരെ വടി കുത്തിപ്പിടിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ അവർ ഇവിടെ വിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഞാൻ എന്ത് ചെയ്ത് ഇവരെ കൂടെ തിരിച്ച് മുകളിലേക്ക് കയറാൻ തീരുമാനിച്ചു. കാരണം ഇവരെ ഗ്രാമത അവിടെ താഴെയാണ്. അവിടെയൊക്കെ പോയി വരുമ്പോഴേക്ക് ചിലപ്പോൾ ഇന്നെ എടുക്കാനുണ്ടാവില്ല. പകുതി പോലും ആയിട്ടില്ല എന്നാണ് തോന്നുന്നത്. എന്നെക്കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ കൂടേണ്ടി വരും. ഇവരെ കൂടെ നാട്ടിലേക്ക് തിരിച്ച് പോകാൻ നടക്കൂല. അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ട് ഞാൻ എന്തായാലും പോവില്ല. ചേട്ടാ പോവില്ല, എനിക്ക് വടി തരുമോ? ഇയാളോട് ഇപ്പോൾ എന്താ പറഞ്ഞ് മനസ്സിലാക്കുക? വടിയൊന്നും വേണ്ട, പോയി വെക്കല്ലേ. കെർമൻ സ്കാൻ ആണ്. സ്കാൻ ഇവരെ വാക്ക് ജയദേവ് ട്രാവൽ ഗുനിയ ചാനലിൻ്റെ പേര്. ഇതിപ്പോൾ നമ്മൾ മോഹൻലാൽ നേപ്പാളിൽ പോയി പെട്ടില്ലേ, അതേപോലത്തെ ഒരവസ്ഥയാണ്. അയാൾ പറഞ്ഞ എനിക്കും മനസ്സിലാവില്ല, ഞാൻ പറഞ്ഞ മൂപ്പർക്കും മനസ്സിലാവില്ല. ഞങ്ങളിവിടെ കമ്പനിയായി, സെറ്റായി, ഇവിടെ കൂടിയാലോ എന്നാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല കാലാവസ്ഥയാണ്, പണിയെടുത്ത് ജീവിക്കേണ്ടി വരും എന്നുള്ള ഒറ്റ പ്രശ്നമുള്ളൂ. ഇതങ്ങനെ താഴേക്ക് വഴി കാണില്ലേ, ഇത് ഇറങ്ങി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പാമ്പ് കിടക്കുന്ന മാതിരി വഴി കാണാം. ആ പർവ്വതത്തിൻ്റെ ഇടയിൽ കൂടെ അതവിടെ കുറച്ച് വെളുത്ത പൊട്ടുകൾ പോലെ കാണില്ലേ, അതാണ് ഇവരുടെ ഗ്രാമം. അവിടെ ഹോം സ്റ്റേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പോയി കഴിഞ്ഞാൽ ഭക്ഷണം കിട്ടും, അവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. പക്ഷേ വാഹനമോ അങ്ങനെയൊന്നും എത്തില്ല. ഇവിടെ കറണ്ടുണ്ട്. ചില ആൾക്കാരൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു തന്നെ കാണുന്നുണ്ട്. എന്തായാലും മണിക്കൂറുകളോളം സമയം ചിലവാകുന്നൊരു കാര്യമാണ്. 1 മണിക്കൂറാവും താഴേക്ക് പോകാൻ എന്നാണ് ഇയാൾ പറഞ്ഞത്. അതായത് താഴേക്ക് ഇറങ്ങാൻ 1 മണിക്കൂർ, അപ്പോൾ തിരിച്ച് കയറാൻ ചുരുങ്ങിയത് 10 മണിക്കൂറെങ്കിലും വേണ്ടി വരും. ഇവിടെ നല്ല രസമുള്ള ഫ്ലവേഴ്സൊക്കെ കണ്ടിട്ടുണ്ട്. തൽക്കാലം ഈ ഫ്ലവേഴ്സും ഈ പാറക്കെട്ടുകളൊക്കെ കണ്ടിട്ട് ഞാൻ തിരിച്ച് കയറട്ടെ. ആ വഴിയിലാണെങ്കിൽ കൈ പിടിക്കാൻ 2 ചേച്ചിമാരെങ്കിലും കിട്ടുമെന്ന് വിചാരിക്കാം. റസൻ എന്നാണ് പറയേണ്ടത്. ഈ താഴത്തെ വില്ലേജിൻ്റെ പേരാ. മുകളിലെ വില്ലേജ് നൈലോങ്. ഓക്കെ, നൈലോങ്. ഇതിൻ്റെ ഇടയിൽ ഏകദേശം 2 മണിക്കൂറെങ്കിലും താഴേക്ക് ഇറങ്ങി പോകാൻ വേണ്ടി നമ്മൾ ചിലവഴിക്കണം. മുകളിൽ നിന്ന് കയറി വരുന്നത് നിങ്ങൾ ആരോഗ്യസ്ഥിതി അനുസരിച്ചിരിക്കും. അപ്പോൾ ഈ ഗ്രാമങ്ങളൊക്കെ വന്നിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം. ഇങ്ങനെ കണ്ടിരുന്നൊരു കാര്യമില്ല. ഇവിടെ വരിക, മേഘാലയയിൽ വരിക, എന്നിട്ട് ഈ ഗ്രാമങ്ങളിലൂടെയൊക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ആരോഗ്യമുണ്ട് എന്നുള്ള കാര്യമൊക്കെ കൃത്യമായിട്ട് മനസ്സിലാവും. കയറ്റം കയറുമ്പോൾ പതുക്കെ നിർത്തി കയറണം, ഇല്ലെങ്കിൽ ഈ സാധനം ഉണ്ടല്ലോ പൊട്ടിപ്പോവും. അപ്പോൾ ഞാൻ മാത്രമല്ല, ചേച്ചിയും താഴെ വിശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അവരെ വീഡിയോ എടുക്കാൻ അവർക്ക് ഇഷ്ടമാവണില്ല, സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് പിന്നെ അവർ പറഞ്ഞ ശരിക്കും ഞാൻ പിന്നെ അവരെ വീഡിയോ എടുത്തില്ല. അപ്പോൾ അവർ വിശ്രമിക്കുക കണ്ടപ്പോഴാണ് എനിക്ക് ആ ബോധം വന്നത്. ഇടയ്ക്കൊക്കെ നിന്നിട്ട് ശ്വാസമൊക്കെ നോർമലായിട്ടേ തിരിച്ച് കയറാൻ പാടുള്ളൂ എന്നുള്ള കാര്യം. അവർ വരുന്നുണ്ട്, അവർ പിന്നിലുണ്ടെന്നുള്ള ധൈര്യത്തിൽ ഞാൻ
മുകളിലേക്ക് പോട്ടെ. നിങ്ങൾ കൽപ്പണിക്കാരോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ആണെങ്കിലേ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോളി എങ്ങനെയാണ് ഇവർ ഈ പടവുകൾ ഉണ്ടാക്കിയത്. ഒരു കല്ലിൻ്റെ മുകളിൽ മറ്റേ കല്ല് ലോക്ക് ചെയ്ത് വെച്ചാണ്. ഒറ്റ കല്ല് പോലെ ഇവിടെ അനങ്ങ് ഒന്ന് തെന്നി മാറി ഒന്നും ചെയ്യുന്നില്ല. ഇവിടെയൊക്കെ പറയുമ്പോൾ നല്ല മഴയുള്ള സ്ഥലമാണ്. എന്നിട്ട് പോലും ഈ കല്ലൊക്കെ ഒരു എത്ര വർഷമായിട്ട് ഇവിടെ ഉണ്ട്. ചിലപ്പോൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു വഴിയിലൂടെയാണ് ഞാൻ നടക്കേണ്ടാവുക. അപ്പോൾ ഇത്ര കാലമായിട്ട് ഇതിനൊരു കോട്ടം പറ്റിയിട്ടില്ല. സിമെൻറ്റ് പോലും ഇല്ലാതെ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഇവരുടെ ബുദ്ധി എത്രമാത്രം ഉണ്ടെന്ന് ആലോചിച്ച് നോക്കി. ഇങ്ങനെ ചെങ്കുത്തായ പാറേൻ്റെ മുകളിൽ കൂടെ ഇത്രയും ഉയരത്തുനിന്ന് താഴേക്കൊക്കെ സ്റ്റെപ്പ് പണിത് ഉണ്ടാക്കാന്ന് ഒരു ചിന്തിച്ചല്ലോ. അത് തന്നെ വലിയൊരു അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മളെ നാട്ടിൽ ഇതേപോലെ പാറകളുണ്ട്. പലപ്പോഴും ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഏതെങ്കിലുമൊക്കെ പാറേൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ഇറങ്ങി താഴേക്ക് പോയാൽ എങ്ങനെ ഉണ്ടാവുമെന്ന്. പക്ഷേ ഇവിടെ അത് ശരിക്കും ആഗ്രഹം നടന്നു. നമ്മളാ പർവ്വതത്തിൻ്റെ പള്ളയമ കൂടെയാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. വെറുതെ നടക്കാൻ തന്നെ നല്ല പാടാണ്. അപ്പോൾ സാധനങ്ങളൊക്കെ കൈ പിടിച്ച് ഇവിടെ ആൾക്കാർ പോണതിനെക്കുറിച്ച് ആലോചിച്ചൊക്കെ ഇത് കണ്ട ആ റോപ്പ് വേ എങ്ങനെയാണ് സാധനങ്ങൾ താഴേക്ക് ഇറക്കണതെന്ന് കയറിട്ടിട്ട് വലിച്ചിറക്കുകയാണ്. അവിടെ ഒരു യന്ത്രം വെച്ചിട്ടുണ്ട്. ഒരു ചാക്ക് മണലോ സിമെൻറ്റോ എന്താണ് ഒരു താഴേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. പോകുന്നു. ഇത് ആൾക്കാരെ കൊണ്ടുപോകാനുള്ളതല്ല കേട്ടോ, സാധനങ്ങൾ കൊണ്ടുപോകാനുള്ള. അത് പോയി അവിടെ എവിടെയോ എത്തി. നമ്മളെ ചേച്ചീൻ്റെ മോമോസ് കട സജീവമായിട്ടുണ്ട്. എന്തോ തോന്നുന്നുണ്ട്. ഇതൊക്കെയാ പറയണ്ടേ. എനിക്ക് ഇവരോട് പറഞ്ഞ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് മോമോസ് തരാൻ. എന്ത് വില എന്ന് വെച്ചാൽ കയ്യിൽ എഴുതി കാണിച്ചു തരാണ്. ചായ ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും കുറച്ച് ഭക്ഷണം കഴിച്ചിട്ട് ഇനി മുന്നോട്ട് നടക്കാൻ പറ്റുകയാണെങ്കിൽ ഈ മോമോസ് തന്നെ കഴിക്കണം. അപ്പോൾ ട്രാവൽഗുനിയയിൽ നിങ്ങൾ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുക. ഏതാ മോമോസ് കഴിച്ചിട്ട് ഞാൻ ബാക്കി സംസാരിക്കാം. ഓക്കെ, അപ്പോൾ ലൈറ്റിലും കാനിയനിലുള്ള കാഴ്ചകൾ നമ്മൾ തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. മേഘാലയ എന്തൊക്കെയാ പറയുന്നുണ്ട്. എന്തായാലും എനിക്ക് വെറുതെ തന്നതുകൊണ്ട് മേഘാലയയിൽ ഉള്ള കാഴ്ചകൾ തുടർന്നുകൊണ്ടിരിക്കും. ആന്തൂറിയോ ഓർക്കിഡൊക്കെ വേണ്ടവർ നേരിട്ട് വന്ന് വാങ്ങിക്കോളാം.